ശ്രീ അസഫ് അലി, ഇപ്പോൾ തെളിവുകൾ പ്രോസിക്യൂഷന് വന്ന വീഴ്ച എന്നാണ് ഇപ്പോൾ ഒരു വിലയിരുത്തലായി എം എ നിഷാദ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകൾ കോടതി പരിശോധിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണല്ലോ. ഈ കോടതി ജഡ്ജിയെ മാറ്റണം എന്നടക്കമുള്ള കാര്യം അതിജീവിത പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഹൈക്കോടതി അത് പരിഗണിക്കാതിരുന്നത്? കാരണം ഒരു വനിതാ ജഡ്ജി വേണമെന്ന ആവശ്യം അതിജീവിത തന്നെ മുന്നോട്ട് വെച്ചതാണ്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന്മേൽ ആദ്യം കോടതി അത് അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ ഉണ്ടായത് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വനിതാ ജഡ്ജി ആണെങ്കിൽ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിജീവിത അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചത്. പക്ഷെ അതിന് നേർ വിപരീതമാണ് സംഭവിച്ചത്. അതിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. അന്നത്തെ കോണ്ടെക്സ്റ്റിൽ കോടതിക്ക് ഇത്തര ഒരു അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സാധാരണ ഈ ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് എന്ന് പറയുന്നത് സാധാരണ കോടതി എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ഹർജിയല്ല. കാരണം എപ്പോഴും കേസിൽ ഒരു കക്ഷി തോൽക്കും, മറ്റേ കക്ഷി ജയിക്കും. അപ്പോൾ ഈ തോൽക്കാൻ സാധ്യതയുള്ള കക്ഷി എപ്പോഴും മാറ്റണം എന്ന് പറയുന്ന കൂടത്തിലായിപ്പോയോ ഈ ട്രാൻസ്ഫർ അപേക്ഷ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ അതൊരു പ്രശ്നമല്ല. കീഴ്ക്കോടതിക്ക്, വിചാരണ കോടതിക്ക് ഈ കേസ് വിശകലനം ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു പോയ സംഗതിയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ കോടതിയുടെ മുമ്പിലുണ്ടായിരുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇനിയെങ്കിലും പൊതുസമൂഹവും നാളെ ഹൈക്കോടതിയും മറ്റന്നാൾ സുപ്രീം കോടതിയും അത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്ന് വിധി കഴിഞ്ഞ ഉടനെ തന്നെ ഈ 8-ാം പ്രതിയുടെ കമൻറ്റ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു കൂട്ടം പോലീസ് ക്രിമിനൽസാണ് പറയുന്നത്. പോലീസ് ക്രിമിനൽസിന് ഇദ്ദേഹത്തോട് അങ്ങനെ ഒരു മോട്ടീവ് ഉള്ളതായി ഇന്ന് വരെ വിചാരണൻ്റെ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രോസിക്യൂഷൻ്റെ 122-ാം നമ്പർ കത്ത്, അത് വളരെ പ്രധാനപ്പെട്ട കത്താണ്. ആ കത്തിനെ കുറിച്ചിട്ട് ഈ കോൺസ്പിറസിയുടെ ശരിയായ ആ കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കാക്കനാട്, ഞാൻ കോടതിയിൽ കേസിൽ കീഴടങ്ങുന്നതിന് മുമ്പ് കാക്കനാട് ഷോപ്പിൽ വന്നിരുന്നു. പലരും നിർബന്ധിക്കുന്നുണ്ട്, നീ എന്തിനാണ് ബലിയാടാവുന്നത് എന്ന്. നിന്നെ ഏൽപ്പിച്ച ആളുടെ പേര് പറയുകയാണെങ്കിൽ വിക്ടിം പോലും എന്നോട് മാപ്പ് പറയുമായിരുന്നു. വിക്ടിമിൻ്റെ ആളുകളും ചേട്ടൻ്റെ ശത്രുക്കളും എന്നെ വന്ന് കാണുന്നുണ്ട്. ഇതിലൊരു തേർഡ് പാർട്ടി കോൺസ്പിറസി ഇല്ലെങ്കിൽ ഇങ്ങനൊരു കത്ത് തന്നെ ഉത്ഭവിക്കുന്നില്ല. പിന്നെ പോലീസിന് ഇങ്ങനെ ഒരു മോട്ടീവ് ഇദ്ദേഹത്തോട് വരണമെങ്കിൽ എന്താ കാരണം? അത് ഡിഫൻസ് പറയണ്ടേ? അത് ചോദ്യം ചെയ്തപ്പോഴെങ്കിലും പറയണ്ടേ? പിന്നെ ഈ അതിജീവിതക്ക് ഈ 1 മുതൽ 6 വരെ പ്രതികളെയും ഈ 8-ാം പ്രതിയെയും ഈ കേസിൽ ഇങ്ങനൊരു കള്ളക്കേസിൽ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അതിനൊരു മോട്ടീവ് പറയണ്ടേ? ഇങ്ങനെ കള്ളക്കേസിൽ കൊടുക്കുന്നു, ഇങ്ങനൊരു സംഭവമേ ഇല്ല. ഇദ്ദേഹം ഒരു സാധാരണഗതിയിലുള്ള റേപ്പല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടാവണമെന്ന് ഈ റേപ്പ് ചെയ്ത് ആരും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അപ്പൊ ദിസ് ഈസ് നോട്ട് എൻ ഓർഡിനറി റേപ്പ്. പിന്നെ 1 മുതൽ 6 വരെ പ്രതികൾ ഇത് വീഡിയോ എടുക്കുന്നു. ആർക്ക് വേണ്ടി? അതെങ്ങനെ 8-ാം പ്രതിയുടെ കയ്യിലെത്തുന്നു? എന്തിനു വേണ്ടി? പിന്നെ ഈ 1-ാം പ്രതി ഒരു കാര്യം, ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ, ദിലീപ് പുറത്തു വന്ന പോലീസുകാരെ ക്രിമിനലുകൾ എന്ന് വിളിച്ചു, അന്വേഷണം നടത്തിയ പോലീസുകാർ ക്രിമിനൽ പോലീസ് എന്ന് വിളിച്ചു. ഇനി ഈ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെ 110 ദിവസമാണ് വിസ്തരിച്ചത്. അതിലൊരു അസ്വാഭാവികത തോന്നേണ്ടതല്ലേ? ഈ 110 ദിവസത്തിൽ 87 ദിവസവും 8-ാം പ്രതിയുടെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരമായിരുന്നു. ഇതൊരു അസ്വാഭാവികതയില്ലേ? അതും അതിനുശേഷം കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ച് പുറത്തെത്തിയ ദിലീപിന്റെ പ്രതികരണവും ചേർത്ത് വായിക്കുമ്പോൾ ലെങ്തി ക്രോസ് എക്സാമിനേഷൻ ദാറ്റ് ഡിപ്പെൻസ്. അതിലൊരു അസ്വാഭാവികതയുണ്ട്, ഉറപ്പാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ കേസിനെ ഭയപ്പെടുന്നത് 8-ാം പ്രതിയാണ്. അപ്പം നീട്ടി വലിച്ച് ക്രോസ് എക്സാം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ അതിജീവിത മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത രഹസ്യമൊഴി, അതിലും 8-ാം പ്രതിയുടെ പേര് പറയുന്നുണ്ട്. അവരെ അവിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? അവർക്ക് 8-ാം പ്രതിയോടുള്ള വിരോധം തെളിയിക്കപ്പെട്ടതാണ്, സാക്ഷിമൊഴികൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്. മഞ്ജു വാര്യരുടെ മൊഴി മാത്രം പരിശോധിച്ചാൽ മതി. ന്യൂയോർക്കിൽ നടന്ന ദിലീപ് മേള എന്നല്ലേ ഇനി പറഞ്ഞിരുന്നത്, അവിടെ നടന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ ഇവരുടെ ദാമ്പത്യ ബന്ധം തകർത്തത് ഈ അതിജീവിതയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം.
അപ്പോൾ അതിനൊരു പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് മോട്ടീവ്. അല്ലാതെ ഈ അതിജീവിതക്ക് ഈ 8ാം പ്രതിയെ കള്ളക്കേസിൽ കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പോലീസ് കള്ളക്കേസ് കുടുക്കിയതാണോ, അല്ലെങ്കിൽ അതിജീവിത അവരോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി? എന്താ വിരോധം? എന്താണ് അവൻ്റെ ഒരു മോട്ടീവ്? ഇതെല്ലാം ഡിഫൻസ് പറയണ്ടേ? ഡിഫൻസ് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് പൊതുസമൂഹം ഈ വിധി വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന പല പല റേപ്പ് കേസുകളും പോക്സോ കേസുകളും ഒരു മോട്ടീവ് ഉണ്ടാവും. ഒന്നുകിൽ പണം ആവശ്യപ്പെടും, അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം, വ്യക്തിവിരോധം. ചില അധ്യാപകന്മാരെ കേസിൽ കൊടുക്കുന്നു, അത് വ്യക്തിവിരോധമാണ്, അധ്യാപകന്മാർ തമ്മിലുള്ള തർക്കമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു മോട്ടീവ് അതിജീവിതക്ക് 8ാം പ്രതിയെ ഫോൾസ് ഇംപ്ലിക്കേഷൻ, കള്ളത്തരത്തിൽ കേസിലാക്കാൻ വേണ്ടി ഉള്ളതായി എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ 8ാം പ്രതി കുറ്റമുക്തമായപ്പോൾ പറയണം, എന്നോടുള്ള വിരോധം തീർത്തതിന് കോടതി ഇതാ മധുരമായ പ്രതികാരം ഈ വിധിയിൽ കൂടി കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ആരോപണമേ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ സംശയം. ഒരു ക്രിമിനൽ കോൺസ്പിറസി ആരോപിക്കുന്ന ഒരു കേസിൽ ഇതിൽ കൂടുതൽ തെളിവ് ഇനി വരാനില്ല. വളരെ വ്യക്തമായ തെളിവ് വെറും ഊഹം വെച്ചിട്ടോ സംശയദൃഷ്ടിയിലോ അല്ല ഈ തെളിവ് പ്രോസിക്യൂഷൻ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലിഞ്ചിങ് എവിഡൻസ് ആണ്, ഡോക്യുമെന്ററി എവിഡൻസ് ആണ്, ഡിജിറ്റൽ എവിഡൻസ് ആണ്, ഫോറൻസിക് എവിഡൻസ് ആണ്. പിന്നെ വാമൊഴിയും പരിശോധിച്ചാൽ ഈ എറണാകുളത്തെ MG റോഡിലെ ആ ലോഡ്ജിലെ 410-ാം മുറിയിൽ നടന്നു എന്ന് പറയുന്ന കോൺസ്പിറസിയെ കുറിച്ചിട്ടുള്ള മൊഴി അതിജീവിതം വളരെ ക്ലിഞ്ചിങ് ആയി പറയുകയാണ്. അതും ന്യൂയോർക്കിൽ നടന്ന സംഭവം. അപ്പൊ ഇതെല്ലാം കൂട്ടിയോജിക്കുമ്പോൾ കോൺസ്പിറസി 8ാം പ്രതിയിലേക്ക്, 8ാം പ്രതി ചിത്രത്തിൽ ഇല്ലെങ്കിൽ ഇത് സാധാരണ ഒരു റേപ്പ് കേസായി അവസാനിച്ചേനെ. അങ്ങനെയല്ല നടന്നത്. ഈ ന്യൂഡ് ഫോട്ടോ, ഈ വീഡിയോ എടുത്ത് ഒരു സ്ഥാനത്ത് എത്തിക്കുന്നു. ആ കോൺസ്പിറസി ഒരിക്കലും തന്നെ ഇതിൽ നിന്ന് വിട്ടുമാറ്റാൻ കഴിയാത്ത രീതിയിൽ പ്രോസിക്യൂഷൻ സ്ട്രോങ് തെളിവ് വെച്ച് ബിൽഡപ്പ് ചെയ്തത് എന്തേ വിചാരണ കോടതി അത് വിലയിരുത്താൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് നമ്മളെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വിധിന്യായം ചർച്ച ചെയ്യപ്പെടണം. വിധിന്യായം സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ വരെ ചർച്ച ചെയ്യപ്പെടുന്നു, വിമർശനാത്മകമായി ചർച്ച ചെയ്യപ്പെടുന്നു. സ്വാഭാവികല്ലേ? ശബരിമല വിധി വന്നപ്പോൾ എത്ര കണ്ട് ചർച്ച ചെയ്തു, ഷബാനു കേസിലെ വിധി വന്നപ്പോൾ എത്ര കണ്ട് ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വളരെ വ്യക്തമായി ഫാക്ട് വെച്ചുകൊണ്ട്, തെളിവ് വെച്ചുകൊണ്ട് കോടതി അത് കണ്ടില്ല എന്ന് നടിച്ചോ, അത് വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടോ. അതുകൊണ്ട് ഉണ്ടാവുന്ന അത് നൽകുന്ന സന്ദേശം എന്താണ്? നീതി ലഭിക്കേണ്ട കോടതിയിൽ നിന്ന് കോടതിയുടെ തെറ്റ് കാരണം നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഉറപ്പായിട്ടും ദാറ്റ് ഈസ് ടു ബി വ്യൂഡ് സീരിയസ്ലി. അതാണ് ഞാൻ അങ്ങിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.